കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാൻഡിസ്റ്റിക് ഷേപ്സ് ആണ് നമ്മൾ കണ്ടത്. ഈ ക്യാൻഡിസ്റ്റിക് പാറ്റേൺസ് നോക്കാം. നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന്റെ ഡെഫിനേഷൻ തന്നെ എന്താന്ന് വെച്ചാല് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ ട്രെൻഡ് പ്രഡിക്റ്റ് ചെയ്യണം. അതാണ് ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അതില് ഫ്യൂച്ചർ പ്രഡിക്ഷനിൽ വൺ ഓഫ് ദ മെത്തേഡാണ് ക്യാൻഡിസ്റ്റിക് പാറ്റേൺ വെച്ചിട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യണം. അതുപോലെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അപ്പൊ നമ്മള് ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. ഇതിൽ 2-3 കണ്ടീഷൻ, അതായത് 2-3 ടെക്നിക്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ ബൈ ഓർ സെൽ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ഓൺലി വൺ കണ്ടീഷൻ. അതായത് ക്യാൻഡിസ്റ്റിക് പാറ്റേൺ മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്. ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, മൂവിങ് ആവറേജ്, അതുപോലെ തന്നെ ഫിബൊനാച്ചി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ഒരു 2-3 കണ്ടീഷനെങ്കിലും 2-3 മെത്തേഡെങ്കിലും നമ്മളോട് യെസ് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു ബൈ ഓർ സെൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിലത്തെ വൺ ഓഫ് ദ മെത്തേഡ്, ഫസ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്യാൻഡിസ്റ്റിക് പാറ്റേൺ. ഈ ക്യാൻഡിസ്റ്റിക് പാറ്റേൺ എന്ന് പറയുമ്പോൾ സിംഗിൾ ക്യാൻഡിസ്റ്റിക് പാറ്റേൺ ഉണ്ട്, ടു ക്യാൻഡിസ്റ്റിക് പാറ്റേൺ ഉണ്ട്, മോർ ദാൻ 2, 3, 5 അങ്ങനെയൊക്കെ. അതില് നമ്മൾക്ക് ഒരു ഓൺലി ആഫ്റ്റർ എ സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ഓർ ആഫ്റ്റർ എ സ്ട്രോങ് അപ്പ് ട്രെൻഡ് ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. ഒരു ട്രെൻഡിന് ശേഷം മാത്രമേ ഈ ഒരു സൈഡ് വൈസ് ട്രെൻഡില് ഒരിക്കലും ക്യാൻഡിസ്റ്റിക് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾക്കൊരു സ്ട്രോങ് ഡൗൺ ട്രെൻഡ്, ഒരു സ്ട്രോങ് അപ്പ് ട്രെൻഡിന് ശേഷം ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 1 വീക്കിലേക്കുള്ള പ്രഡിക്ഷൻ മാത്രമേ, അതായത് ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ക്യാൻഡിസ്റ്റിക് പാറ്റേൺ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ 2-3 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 15 മിനിറ്റിലേക്ക് നമ്മൾ പ്രഡിക്ഷൻ. അതുപോലെ തന്നെ 15 മിനിറ്റ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സിലേക്കുള്ള പ്രഡിക്ഷൻ മാത്രം. അതായത് 1 ഡേയില് 3 ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റില് 3 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ 15 മിനിറ്റ്. അപ്പൊ ഇത് നമ്മൾ 1 ഡേ ക്യാൻഡിലിന്റെ പാറ്റേൺ ഞാൻ കാണിച്ചാലും ഇത് നിങ്ങൾക്ക് 5 മിനിറ്റിലായാലും 15 മിനിറ്റിലായാലും 1 അവർ ആയാലും 1 വീക്ക് 1 മന്ത് ഒക്കെ അപ്ലൈ ചെയ്യാം. സാധാരണ 1 മന്തിലൊന്നും നമ്മൾ ക്യാൻഡിസ്റ്റിക് പാറ്റേൺ ചെയ്യാറില്ല. മെയിനായിട്ട് 1 ഡേ സിംഗിൾ ഡേ ക്യാൻഡിലും പിന്നെ 5 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനത്തെ ഉള്ളതിൽ മാത്രമാണ് നമ്മൾ ക്യാൻഡിസ്റ്റിക് പാറ്റേൺ അധികം നോക്കാറുള്ളത്. അപ്പൊ ഇതിന്റെ പേര് ബോട്ടം റിവേഴ്സൽ പാറ്റേൺ. ബോട്ടം റിവേഴ്സൽ പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രോങ് ട്രെൻഡിന് ശേഷം ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡിസസ് ബോട്ടം ഔട്ട്, അതിനുശേഷം ഒരു ചെറിയ അപ്പ് ട്രെൻഡ്. ബോട്ടം റിവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിവേഴ്സിങ് ഫ്രം ബോട്ടം. ഇത് ടോപ്പ് റിവേഴ്സൽ പാറ്റേൺ എന്ന് പറയുന്നത് റിവേഴ്സിങ് ഫ്രം ടോപ്പ്. അതായത് ആഫ്റ്റർ സ്ട്രോങ് അപ്പ് ട്രെൻഡിന് ശേഷം വരുന്ന പാറ്റേൺ ഇറ്റ് ഷോസ് നെക്സ്റ്റ് 2-3 ഡേയ്സ് ഡൗൺ ട്രെൻഡ്. ഇതൊക്കെ ഒരു സ്ട്രോങ് അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡിന് ശേഷം മാത്രമേ ഈ പാറ്റേൺസ് വാലിഡിറ്റി ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ക്യാൻഡിലിന് ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഷേപ്പ് തന്നെയാണ്. ആ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഹാങ്ങിങ് മാൻ അല്ലെങ്കിൽ ഹാമർ. ഇത് ഹാങ്ങിങ് മാൻ, ഇത് ഹാമർ. ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഹാമർ ആണ്. ഹാമർ എന്ന് പറയുന്നത് ആഫ്റ്റർ സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത്, ഇതിപ്പോ ഒരു മൺഡേ ആണ് നമ്മൾക്ക് ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ ആ മൺഡേ നെക്സ്റ്റ് ട്യൂസ്ഡേ മോർണിംഗില് ബൈ ചെയ്യാം. അപ്പൊ ട്യൂസ്ഡേ വെനസ്ഡേ ഇതാണ് നെക്സ്റ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾക്ക് പാറ്റേൺ ഇവിടെ വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, ഈ റൗണ്ട് വരച്ചിട്ട്. അതിനുശേഷം നെക്സ്റ്റ് 2 ഡേയ്സിൽ അപ്വേർഡ് പോകും. ഒരു ചിലപ്പോൾ ഒരു 2-3% ഉണ്ടാവും. ചെറിയൊരു മൂവ്മെന്റ് ആയാലും നമുക്കത് കിട്ടും. ഇതുപോലെ തന്നെ അടുത്ത സിംഗിൾ ഡേ പാറ്റേൺ ആണ്. സിംഗിൾ പാറ്റേൺ ആണ് ഹാങ്ങിങ് മാൻ. ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത് ഹാമറിന് തന്നെ പൊസിഷനിലുള്ള ഡിഫറൻസ് ആണ്. ഹാമർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡൗൺ ട്രെൻഡ് വരുന്ന ഇതിന് ഹാമർ എന്ന് പറയും. സെയിം ഷേപ്പ് ആഫ്റ്റർ അപ്പ് ട്രെൻഡ് ആണെങ്കിൽ ഇതിന് ഹാങ്ങിങ് മാൻ. ഒരു ഹാങ്ങിങ് മാൻ നിൽക്കണ പോലെയല്ലേ, അതുപോലെയാണ്. അപ്പൊ അത് സെയിം ഷേപ്പ് ആണെങ്കിലും പൊസിഷനിലുള്ള വ്യത്യാസം കൊണ്ട് നെയിമിലും വ്യത്യാസം വരും. ഹാമേഡ്, പ്രൈസ് ഈസ് ഹാമേഡ്, അതാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ ഉണ്ടോ നമ്മൾക്ക് ഇതൊരു ഹാങ്ങിങ് മാൻ പാറ്റേൺ കിട്ടി. അതായത് ആഫ്റ്റർ സ്ട്രോങ് അപ്പ് ട്രെൻഡ്
ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ ഇവിടെ മൺഡേ കിട്ടി. മൺഡേ കിട്ടിയ നെക്സ്റ്റ് ഡേ സെല്ല് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഷോർട്ട് ചെയ്യാം. ബൈലേറ്റർ എന്നുള്ള കോൺസെപ്റ്റ്, അത് ഷോർട്ട് എന്നുള്ളത് ഒരു ഡെറിവേറ്റീവ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്കത് കൂടുതൽ മനസ്സിലാവാം. ഇൻട്രാഡേയിലും അത് അപ്ലിക്കബിൾ ആണ്. നോർമലി നമ്മൾ ഡെലിവറി ബേസ്ഡ് ബൈങ്ങിലൊന്നും ഫസ്റ്റ് ബൈ സെൽ ലേറ്റർ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. ഇതാണ് ഈ പാറ്റേണുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. 2-3 days 2 days 3 days ഒക്കെ വാലിഡേറ്റ് ചെയ്യും. അപ്പൊ അതിൽ പക്ഷെ നമുക്ക് 2-3% 5% ഒക്കെ കിട്ടാം. പിന്നെ ബേസ്ഡ് ഓൺ നെക്സ്റ്റ് ടെക്നിക്കുകൾ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഹിന്റ് നമുക്ക് കാൻഡിൽസ്റ്റിക് പാറ്റേണിൽ നിന്ന് കിട്ടും. പിന്നെ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് നമ്മൾ ബാക്കിയുള്ള ഇനി വരാൻ പഠിക്കാവുന്ന എന്താ പറയുക ട്രെൻഡ് ലൈൻ പോലെയുള്ള പാറ്റേൺ ടെക്നിക്കുകൾ അല്ലെങ്കിൽ മൂവിങ് ആവറേജ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതിൽ തന്നെ ഇൻവെർട്ടർ ഹാമർ. അതായത് ആഫ്റ്റർ എ സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ഇൻവെർട്ടർ ഹാമർ പാറ്റേൺ വന്നാൽ ജസ്റ്റ് ബൈ. സെയിം ഹാമർ പോലെ തന്നെ സ്ട്രോങ് ഡൗൺ ട്രെൻഡിന് ശേഷം ഇൻവെർട്ടർ ഹാമർ വന്നാലും ബൈ തന്നെ. അതുപോലെ തന്നെ ഇതിന്റെ പൊസിഷൻ ആഫ്റ്റർ ആൻ അപ് ട്രെൻഡ് ആണെങ്കിൽ ഇതിന്റെ പേര് ഇൻവെർട്ടർ ഹാമർ ഷൂട്ടിംഗ് സ്റ്റാർ. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെയാണല്ലോ അതിന്റെ പൊസിഷൻ. അപ്പോ ഇവിടെ സെല്ല് ചെയ്തിട്ട് 2-3 days കഴിഞ്ഞിട്ട് അത് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സെയിം ഡേ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. കാരണം ക്യാൻഡിൽസ്റ്റിക് എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ട് ഒരു ഭയങ്കര വലിയ മൂവ് അല്ലെങ്കിൽ 1 week more than 1 week അല്ലെങ്കിൽ ചിലപ്പോൾ 2 days മാക്സിമം ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കെയർഫുൾ. ഹാമർ ബോട്ടം റിവേഴ്സൽ പാറ്റേൺ existing downtrend may change to sideways or uptrend. Hanging man top reversal pattern, existing uptrend may change to sideways or down. ഇനി തേർഡ് പാറ്റേൺ ആണ് ബുള്ളിഷ് എൻഗൾഫിംഗ്. എൻഗൾഫിംഗ് എന്ന് പറഞ്ഞാല് ഇവിടെ കണ്ട ഇവിടെ 2 candle പാറ്റേൺ ആണ്. അപ്പൊ ആഫ്റ്റർ എ സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ഡേ ബ്ലാക്ക് ക്യാൻഡിൽ, സെക്കൻഡ് ഡേ വൈറ്റ് ക്യാൻഡിൽ കവറിംഗ് ദിസ് ബോഡി ഓഫ് ദ സെക്കൻഡ് ഈസ് കവറിംഗ് ബോഡി ഓഫ് ദ ഫസ്റ്റ്. അതായത് ഇതിന്റെ ബോഡി ഫുൾ ഇത് കവർ ചെയ്ത് ടെയില് കവർ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി അല്ല. അപ്പൊ then it consists of 2 candles of different colors. First one is either red or black and the second one is green or white. Second body engulfing first body. Need not to cover shadows. Shadows എന്ന് പറഞ്ഞാൽ ടെയില് കവർ ചെയ്യുന്ന നിർബന്ധമില്ല. ഇപ്പൊ ഇവിടെ കണ്ടിത് മൺഡേ ആണ്. മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ. അപ്പൊ മൺഡേ ബ്ലാക്ക് ക്യാൻഡിൽ, ട്യൂസ്ഡേ വൈറ്റ് ക്യാൻഡിൽ. അത് നമ്മളിത് ഐഡന്റിഫൈ ചെയ്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഇപ്പൊ കണ്ടു ഇവിടെ ഗ്യാപ്പ് അപ്പ് ആണ് വന്നത്. ഇവിടെ ഗ്യാപ്പ് അപ്പ് അല്ല ഗ്യാപ്പ് ഡൗൺ ആണ്. പക്ഷെ ഇതിലത്തെ ലോ കണ്ടോ, ഈ സെക്കൻഡ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ക്യാൻഡിലിന്റെ ലോവസ്റ്റ് പോയിന്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രമാണ് ഇത് ഈ പാറ്റേൺ വാലിഡ് അല്ലാണ്ട് തോന്നും. ഇത് വെരി സ്ട്രോങ് പാറ്റേൺ ആണ്. അപ്പൊ ഒരു 95% ഗ്യാരണ്ടീഡ് ആണ്. ഇതുപോലെ തന്നെ ആഫ്റ്റർ സ്ട്രോങ് അപ് ട്രെൻഡ് 2 candle pattern. First candle green or white or blue and the second candle covers the first floor. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് നമ്മളുടെ പ്രഡിക്ഷനിൽ വരുന്ന മൂവ്മെന്റ്. ഇവിടെ വെച്ചിട്ട് ബ്ലാക്ക് ക്യാൻഡിൽ കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡൗൺ ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ ഒരു 120 ആണെങ്കിൽ 120 ഒരു 110ലേക്കൊക്കെ എത്തും. ഇവിടെ അതുപോലെ തന്നെ 120 ആണെങ്കിൽ ഇവിടെ 120 ആണെങ്കിൽ ഒരു 130 അപ്വേർഡ് പോകും. ഇതാണ് സെക്കൻഡ് ക്യാൻഡിൽ. സെക്കൻഡ് തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പാറ്റേൺ എന്ന് പറയും. കാരണം ഫസ്റ്റ് 4 പാറ്റേൺസ് സിംഗിൾ പാറ്റേൺ ആയിരുന്നല്ലോ. അതുപോലെ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഹരാമി പാറ്റേൺസ്. അപ്പൊ പുള്ളിഷ് ഹരാമി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സ്ട്രോങ് ഡൗൺ ട്രെൻഡ് 2 ക്യാൻഡിലിന്റെ സെക്കൻഡ് ക്യാൻഡിൽ ഇൻസൈഡ് ദ ഫസ്റ്റ്. എൻഗൾഫിംഗിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സെക്കൻഡ് ക്യാൻഡിൽ കവേഴ്സ് ദ ഫസ്റ്റ്. ജസ്റ്റ് ബുള്ളിഷ് എൻഗൾഫിംഗിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഹരാമി. ഹരാമി എൻഗൾഫിംഗിന്റെ അത്രയും സ്ട്രോങ്ങർ അല്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ വെയിറ്റ് ചെയ്തിട്ട്
ഈ ഒരു ക്യാൻഡിലും കൂടി കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് വാങ്ങാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ സ്ട്രോങ് സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ബിലോ ഈ സെക്കൻഡ് ഈ 2 ക്യാൻഡിൽസിലെ ലോവസ്റ്റ് പോയിന്റില് ജസ്റ്റ് ഫ്യൂ പോയിന്റ്സ് ബിലോ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാത്രം ട്രേഡ് ചെയ്യാം. ഇതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മളിത് പ്രഡിക്ഷൻ. അതായത് ഈ ഫസ്റ്റ് ബ്ലാക്ക് ക്യാൻഡിൽ, സെക്കൻഡ് വൈറ്റ് ക്യാൻഡിൽ കണ്ട് ഇവിടെ വെച്ച് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ബൈ ചെയ്യുന്നു. ഇത് കുറച്ച് മൂവ്മെന്റ് ഇവിടെയും 5%, 10% ഒക്കെ കിട്ടാം. അതുപോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ടോപ്പ് റിവേഴ്സൽ പാറ്റേൺ എന്ന് പറയുന്നത് ബെയറിഷ് ഹരാമി എന്ന് പറയുമ്പോൾ എൻഗൾഫിങ്ങിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇത് ഇൻസൈഡ് ദ വൈറ്റ് ക്യാൻഡിൽ. ഇവിടെ consist of 2 candles. First one is long black candle and the second one is long white candle inside the first board. ഇതിന്റെ തന്നെ വേറൊരു വെർഷൻ ആണ് ഹരാമി ക്രോസ്. ഹരാമി ക്രോസ് എന്ന് പറയുന്നതിൽ ഓൺലി ഡിഫറൻസ് സെക്കൻഡ് ക്യാൻഡിലിന്റെ വ്യത്യാസമാണ്. ഇത് കണ്ട ഹരാമിയിൽ സെക്കൻഡ് ക്യാൻഡിൽ ജസ്റ്റ് ഒരു സ്മോൾ ബോഡി അല്ലെങ്കിൽ നോർമൽ ബോഡി ക്യാൻഡിൽ ആയിരുന്നെങ്കിൽ ഹരാമി ക്രോസിൽ സെക്കൻഡ് ക്യാൻഡിൽ ഒരു ക്രോസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഡോജി, ഒരു ഡോജിയോ അല്ലെങ്കിൽ ഒരു ഹാമറോ ഇൻവെർട്ടർ ഹാമറോ എന്തും. അതായത് ഇൻവെർട്ടർ ഹാമർ എന്ന് പറയുന്നത് ഒരു ഡോജിയുടെ ഒരു അനദർ ഫോമാണ്. അപ്പൊ ഹരാമി ക്രോസിൽ വരുന്ന സെക്കൻഡ് ക്യാൻഡിൽ ഡോജിയോ ഇൻവെർട്ടർ ഹാമറോ ആവാം. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള ഹരാമി ക്രോസ് തമ്മിലുള്ള വ്യത്യാസം. ഇതും ആഫ്റ്റർ സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ഇഫ് യു സി ഹരാമി ക്രോസ് അപ് ട്രെൻഡ്, സ്മോൾ അപ് ട്രെൻഡ്. അതുപോലെ തന്നെ ഹരാമി ക്രോസിന് ശേഷം സ്മോൾ ഡൗൺ ട്രെൻഡ്. ഇത് ഇറ്റ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ നോർമൽ ഹരാമി പാറ്റേൺ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 85%, 90% ഒക്കെ ഗ്യാരണ്ടീഡാണ്. എല്ലാത്തിലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക, അതല്ലെങ്കിൽ നന്നായിട്ട് വാച്ച് ചെയ്യുക. കാരണം ഇത് കുറച്ചും കൂടി റിലയബിൾ ആണ് നോർമൽ ഹരാമിനേക്കാളും. ഇനി എൻഗൾഫിങ്ങിന്റെ തന്നെ വേറൊരു വെർഷൻ ആണ് പിയേഴ്സിംഗ് ലൈൻ. പിയേഴ്സിംഗ് ലൈൻ എന്ന് പറയുമ്പോൾ എൻഗൾഫിംഗ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഈസ് കവറിംഗ് ദ ഫസ്റ്റ് ഫുഡ്. അപ്പൊ ഇവിടുത്തെ കേസില് ഇത് ഓൺലി ഹാഫ് ഓർ എബവ്, ജസ്റ്റ് സെക്കൻഡ് ക്യാൻഡിൽ ഈസ് ഓപ്പൺ ഗ്യാപ് ഡൗൺ ആൻഡ് ക്ലോസ് ഹയർ ദാൻ ഹാഫ് ഓഫ് ദ ഫസ്റ്റ്. ഇവിടെ ഇതിന്റെ മിഡിൽ പോർഷൻ അല്ലെങ്കിൽ ജസ്റ്റ് മിഡിലിന് എബവ് ചെയ്താൽ മതി. എൻഗൾഫിങ്ങിലാണെങ്കിൽ ഈ ഫുൾ ബോഡി ഇവിടെ കവർ ചെയ്യും. അതാണ് പിയേഴ്സിംഗ് ലൈനും എൻഗൾഫിങ്ങും തമ്മിൽ സെക്കൻഡ് ക്യാൻഡിലിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്യാൻഡിൽ സെയിം ആണ്. അതുപോലെ തന്നെ ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നത് ബെയറിഷ് എൻഗൾഫിങ്ങിന്റെ ജസ്റ്റ് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. സെക്കൻഡ് ക്യാൻഡിൽ കവേഴ്സ് ദ ഹാഫ് ഓഫ് ദ ഫസ്റ്റ്. അപ്പൊ ഇത് ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പണിംഗ് ആവും. പക്ഷെ എപ്പോഴും ഈ പോർഷൻ ഹയർ ആയിരിക്കും. ഏത് ഇവിടെ ഉണ്ട് എൻഗൾഫിങ്ങില് ഇതിന്റെ ഈ പോർഷന് ഈക്വൽ ആവാം. പക്ഷെ പിയേഴ്സിംഗ് ലൈനിൽ എപ്പോഴും സെക്കൻഡ് ബോഡി ഈസ് ലോവർ ദാൻ ദ ഫസ്റ്റ് ആയിരിക്കും. പക്ഷെ എൻഗൾഫിങ്ങില് രണ്ടും ഈക്വൽ ആവാം. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിലുണ്ട്, ഇതാണ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഈസ് കവറിംഗ് ദ സെക്കൻഡ്. പക്ഷെ ചില സമയത്ത് ഈക്വൽ ആവാം. കണ്ടോ, ഇവിടെ ഈക്വൽ ആണ്. ടോപ്പ് ഓർ ബോട്ടം രണ്ടും ഈക്വൽ ആവാം. ഇവിടെ ഈക്വൽ ആണ്, അതല്ലെങ്കിൽ ഇവിടെയും ഈക്വൽ ആവാം. പക്ഷെ ഇവിടെ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതൊരു പിയേഴ്സിംഗ് ലൈനിൽ അത് സാധിക്കില്ല. പിയേഴ്സിംഗ് ലൈനിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഹാഫ് ആയി കഴിഞ്ഞാൽ അതൊരു ഹരാമി ആയിരിക്കും. അപ്പൊ പിയേഴ്സിംഗ് ലൈനിൽ എപ്പോഴും ദിസ് പോർഷൻ ഈസ് ഹയർ ദാൻ ദ ഫസ്റ്റ്. ഇവിടെ ദിസ് പോർഷൻ ഈസ് ലോവർ ദാൻ ദ റെഡ് ക്യാൻഡിൽ. ഗ്രീൻ ക്യാൻഡിൽ ലോവർ ദാൻ ദ ബോഡി. അതായത് റെഡ് ക്യാൻഡിലിന്റെ ക്ലോസിംഗ് ആണിത്. ഇത് ഗ്രീൻ ക്യാൻഡിലിന്റെ ഓപ്പണിംഗ്. അപ്പൊ ഗ്രീൻ ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് ഈസ് ഓൾവേസ് ലോവർ ദാൻ ദ റെഡ് ക്യാൻഡിൽ. ഇവിടെ ഇതിന്റെ ക്ലോസിംഗിനും ഇതും ഇവിടെ ഓപ്പണിംഗ് ഹയർ ദാൻ ദ ക്ലോസിംഗ്. ഇവിടെ കണ്ട ക്ലോസിംഗ് ആണ്. ഇതാണ് ഇത്രയും പാറ്റേൺസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. റിയൽ എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ തന്നെ ട്രേഡ് ചെയ്ത സ്റ്റോക്കുകളാണ്. ഇത് ഞാൻ എഴുതിയ കമന്റുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയ കമന്റുകളാണ്.
2015 അല്ലെ ഞാൻ ക്ലാസ് തുടങ്ങിയത്, അന്ന് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് മാർക്കറ്റിലായാലും സെയിം പാറ്റേൺസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പൊ കാനറ ബാങ്കിന്റെ സ്റ്റോക്കാണ്. കാനറ ബാങ്ക് ഉണ്ടോ, ഇവിടെ കറക്ഷൻ 450 350 വരെ കറക്റ്റ് ചെയ്തു. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ പോയാൽ കാണാം 450 350 വരെ കണ്ടോ, 450 തുടങ്ങി കണ്ടോ, ഈ 450 350 വരെ കറക്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഹാമർ പാറ്റേൺ വന്നിരിക്കുകയാണ്. ഹാമർ പാറ്റേൺ, ഈ ഹാമർ പാറ്റേൺ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെയാണ് ഹാമർ പാറ്റേൺ നമുക്ക് കിട്ടിയത്. ഈ ഹാമർ പാറ്റേൺ കിട്ടുന്ന ദിവസം, അതായത് ഡേറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേറ്റ് നമ്മൾക്ക് ഒരു ഡേറ്റ് 28 മാർച്ച് 28 2015 നമുക്ക് ഹാമർ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യണമെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ഡേ 4th 28 കഴിഞ്ഞ് 29th മാർച്ചിൽ നമുക്ക് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ ഓപ്പണിംഗിൽ തന്നെ ബൈ ചെയ്താൽ ഇവിടെ നിന്ന് നോക്കിയാൽ എത്ര പെർസെന്റേജ് അപ്സൈഡ് വരും. ഹാമർ. അപ്പൊ നമ്മൾ ഇവിടെ പാറ്റേൺ കാണുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ വിചാരിക്കാം there is a chance to bounce. ആ റിസ്ക് നമ്മൾ എടുക്കണം. അപ്പൊ ലോവസ്റ്റ് പോയിന്റ് ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴെ പോയി സ്റ്റോപ്പ് ലോസ് ലോവസ്റ്റ് പോയിന്റിലും കുറച്ച് താഴെ ആയിരിക്കും. അപ്പൊ ഇത് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഈ പാറ്റേൺസ് നമ്മൾക്ക് വർക്ക് ചെയ്യില്ല. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾക്ക് നല്ലൊരു അപ്രൂവ് കിട്ടിയില്ല. സ്റ്റോപ്പ് ലോസ് ബിലോ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ ഹാമർ 186. അപ്പൊ RSI മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. അപ്പൊ ഇതുപോലെ തന്നെ ഉള്ള വേറെ പാറ്റേൺ ആണ്. ഇവിടെ നോക്കി, 3 long green candle, then strength is diminishing. സ്ട്രെങ്ത് ഈസ് ഡിമിനിഷിങ് ആയതുകൊണ്ടാണ് ഹാമർ പാറ്റേൺ അല്ലെങ്കിൽ ഇവിടെ ഹാങ്ങിങ് മാൻ പാറ്റേൺ വന്നത്. ഈ ഹാങ്ങിങ് മാൻ പാറ്റേൺ വന്നതിന് ശേഷം ഇവിടെ നോക്കി ചെറിയൊരു 7% കറക്ഷൻ. നമുക്ക് ഷോർട്ട് ചെയ്യുമ്പോൾ 5%, 3% ഒരു മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി. അതാണ് റിയൽ ടൈം എക്സാമ്പിൾസ് ആണ്. ഇവിടെ നോക്കിയതാണ് ഷൂട്ടിംഗ് സ്റ്റാർ. സ്ട്രോങ് അപ് ട്രെൻഡിന് ശേഷം ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നു. ഷൂട്ടിംഗ് സ്റ്റാർ വന്നപ്പോ ഇൻവെർട്ടഡ് ഹാമർ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ വന്ന് നോക്കിയ ഒരു സ്മോൾ ഡൗൺ ട്രെൻഡ്. അപ് മൂവ് ഫ്രോം 79 to 101. then shooting star pattern indicates profit booking possible. നമ്മൾക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആയാലും സ്ട്രോങ് അപ് ട്രെൻഡിന് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആയാലും നമുക്ക് മതി. ഇവിടെയും കണ്ടോ, നമുക്ക് 10% കിട്ടി. ഇതുപോലെ തന്നെയുള്ള വേറെ പാറ്റേൺ ആണ് ഷൂട്ടിംഗ് സ്റ്റാർ പോലെ തന്നെ. ഇവിടെ നോക്കിയേ, ഇവിടെ എൻഗൾഫിംഗ് ആണ് വരുന്നത്. ഇവിടെ ഷൂട്ടിംഗ് സ്റ്റാർ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ ബെയറിഷ് എൻഗൾഫിംഗ്. ഷൂട്ടിംഗ് സ്റ്റാർ ഇവിടെ ഐഡന്റിഫൈ ചെയ്തു, പക്ഷെ നെക്സ്റ്റ് ഡേ നമുക്ക് എൻഗൾഫിംഗ് സെക്കൻഡ് പാറ്റേൺ കൂടി കിട്ടി. ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ കറക്ഷൻ വന്നു. ഇത് നോക്കിയ ഇത് എൻഡ് ഓഫ് ദ മൂവ് ആയിരുന്നു. അപ്പൊ ചില സമയത്ത് നമ്മൾക്ക് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ കാൻഡിസ്റ്റിക് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മറ്റുള്ള RSI പോലത്തെ സംഭവങ്ങൾ ഉപയോഗിക്കാം. ഇവിടെ ഉണ്ടത് ബുള്ളിഷ് എൻഗൾഫിംഗ്, അതായത് സ്ട്രോങ് ഡൗൺ ട്രെൻഡ്, ഒരു എൻഗൾഫിംഗ്, അതായത് ഈ റെഡ് ക്യാൻഡിലിന് ഗ്രീൻ ക്യാൻഡിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യും. അതാണ് എൻഗൾഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇവിടെ വെച്ച് മൂവ് ചെയ്ത് നമുക്ക് ഇവിടം വരെയും ഹോൾഡ് ചെയ്യാം. പക്ഷെ ഇവിടം വരെ ചെറിയ മൂവ് കിട്ടി. പക്ഷെ ഇതിവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ താഴെ വന്നെങ്കിലും ഇത് ബ്രേക്ക് ചെയ്തില്ല, ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. 13% അപ്പ് മൂവ് കിട്ടും. ഇതും ഒരു സ്ട്രോങ് പാറ്റേൺ ആണ്. ബെയറിഷ് എൻഗൾഫിംഗ്, ഷോർട്ട് ചെയ്തു, ഇവിടെ ഷോർട്ട് സെൽ. ഇവിടെ ഉണ്ട്, ഇവിടെ ഹരാമി പാറ്റേൺ ആണ്. അതായത് ഇൻസൈഡ് സെക്കൻഡ് ക്യാൻഡിൽ ഈസ് ഇൻസൈഡ് ദ ഫസ്റ്റ്, ബെയറിഷ് ഹരാമി. ഇവിടെ നമുക്ക് നല്ലൊരു ഡൗൺ മൂവ് കിട്ടി. ഒക്കെ റിയൽ ടൈം എക്സാമ്പിൾസ് ആണ്. ഇവിടെ ബെയറിഷ് ഹരാമി ക്രോസ്. ഇവിടെ നോക്കിയാൽ ഇത് ഗ്രീൻ ആണ്, ഇതും ഗ്രീൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഡോജി അല്ലെങ്കിൽ ഇൻവെർട്ടഡ് ഹാമറിനും ഒക്കെ കളർ ഓഫ് ദ ബോഡി ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് ഗ്രീൻ ആയതുകൊണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആവണം നിർബന്ധമല്ല, ഗ്രീൻ ആയാലും ഡോജി ആയാലും. അപ്പൊ അത് ബെയറിഷ് ഹരാമി ക്രോസ് ആണ്. 9% കറക്ഷൻ നമുക്ക്.
ഇനി 3 candle pattern നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളും ഇതുപോലെ തന്നെ ഇപ്പോഴുള്ള റിയൽ മാർക്കറ്റിൽ ഇതുപോലെ എക്സാമ്പിൾ കണ്ടുപിടിച്ച് പ്രെഡിക്റ്റ് ചെയ്ത് ഒരു പേപ്പർ ഫോർമാറ്റിൽ എഴുതി വെക്കുക. പേപ്പർ ട്രേഡിങ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ പ്രഡിക്ഷൻ ശരിയാവുണ്ടോന്നുള്ളത്. അതല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയോ. ഇനി ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസും നോക്കാം.